നമ്മളെ ഒരുപാട് അഡിക്റ്റഡ് ആയിട്ട് ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കാരണം നമുക്ക് ഏറ്റവും ഈ ലോകത്തേക്ക് കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്നേഹമാണ് ഒരാളെ നമ്മളെ അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അയാളുടെ ലോകം തന്നെ നമ്മളെ ആകുന്ന സമയത്ത് അപ്പോൾ ഒരിക്കലും തിരിച്ചയാളെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ പകുതി പോലും സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടത്തില്ലെന്നായിരിക്കും. അതായിരിക്കും വിധി. അപ്പം എപ്പോഴും നമ്മളെ ഒരുപാട് അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്ക് പരിഗണന കൊടുത്ത് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതം ഭയങ്കര സ്വർഗത്തിന് തുല്യം പോകുന്ന പോലെ ആവും. ബാക്കിയുള്ള ആൾക്കാരുടെ അല്ല, നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം തീരുമാനങ്ങളായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേരുടെ കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ടല്ല, ഒരുപാട് പേരുടെ ചിന്തകൾ അല്ല തീരുമാനങ്ങൾ കൊണ്ടൊന്നും ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റാനും പോരും. എപ്പോഴും നമ്മുടെ മാത്രം ഡിസിഷൻ ആയിരിക്കണം നമ്മുടെ പ്രണയം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ണർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ രണ്ടു പേരും പരസ്പരം എടുത്ത തീരുമാനത്തിനകത്ത് മൂന്നാമതൊരാളെ ഒരു ചിന്തയിലും നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അയാളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും അത് മൂന്നാമതൊരാളുടെ ചെയ്യാമോ ചെയ്യരുതോ എന്ന് ചോദിക്കുന്നവരടുത്ത് നിങ്ങൾ എപ്പോഴും അവിടെ ലവ് ഫെയിലറാണ്. ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചിട്ട് ഒരിടത്തും നല്ല രീതിയിൽ നല്ല ഏറ്റവും 100% മേളിലൊക്കെ ഉള്ള പ്രണയമാണെങ്കിൽ പോലും അവിടെ പൊളിഞ്ഞു പോയിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ മൂന്നാമതൊരാളുടെ ഒരു ഡിസിഷന് വേണ്ടി കാത്തു നിൽക്കരുത് പ്രണയത്തിൻ്റെ ഇടയ്ക്ക്.